സുഹൃത്തുക്കളെ, എൻ്റെ സ്ഥിരം വേട്ടമൃഗം അവിടെ ഫോണും കുത്തിയിരിക്കുന്നു. നമുക്ക് പോയി ചൊറിയാം. വരൂ. ഹായ്, സുഖമാണോ? ആരാണ്ട് അതിന് സുഖത്തിന് എന്നാ കുറവ്? ആരോ എനിക്ക് മെസ്സേജ് വിട്ടു, ഇനിയുള്ളൊരു വ്ളോഗ് ജസ്റ്റ് വെച്ച് ചെയ്യണം, ഒരു 5 മിനിറ്റ് ജസ്റ്റിക്ക് കൊടുക്കണം, എന്നിട്ട് ജസ്റ്റ് സംസാരിക്കണമെന്ന്. ചെയ്യാം നോക്ക്. എന്നാ ജസ്റ്റിയുടെ ആൾക്കാരോട് ലൈവ് എന്താ പറഞ്ഞ ലൈവായിട്ട് ഒന്ന് ഡയറക്റ്റ് സംസാരിക്കാനല്ലോ പറഞ്ഞേ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ വീഡിയോ ചെയ്താലോ? സബ്ജക്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞോണം. ഇൻട്രോ ഞാൻ ഇട്ട് തരാം. ജസ്റ്റ് പകുതി തീർന്നു ഇപ്പൊ തന്നെ, പകുതി ജീവൻ പോയി കിട്ടി. ജസ്റ്റ് എന്നാൽ ഞാൻ വേറൊരു ചലഞ്ച് തരാം. ജസ്റ്റിയുടെ ഫോൺ എടുത്ത് എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരണം. അത് അങ്ങനല്ല, ഞാൻ എൻ്റെ അടുത്ത് ജസ്റ്റിക്ക് അയച്ചു തന്നതല്ല. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞിട്ടെടുത്തത് വായിക്കരുത്. ജസ്റ്റ് സ്വന്തമായിട്ട് ഞാൻ ജസ്റ്റിയോട് ജസ്റ്റ് എൻ്റെ ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചതല്ല. ജസ്റ്റ് സ്വന്തമായിട്ട് എന്നോടൊന്നും ഞാൻ പറയാതെ എൻ്റെ ഒരു ഫോട്ടോ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സമയം ഇപ്പൊ എത്ര സമയം കാണിക്കാം? 1:30 ആണ് ടൈമ്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടെടുത്താ. പിന്നെ അത് ഞാൻ പറയട്ടെ, എവിടെയാന്ന് നമ്മള് വിങ്സ് സ്റ്റോപ്പിൽ പോയപ്പോ ജസ്റ്റ് എന്റെ ആ വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞെടുത്താ. അപ്പൊ ഓടെ അവിടുന്ന് അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞ വിങ്സ് സ്റ്റോപ്പാന്ന്. അത് ഞാൻ കണ്ടില്ല. ഞാൻ എന്നോട് പറയാതെ എൻ്റെ ഒരു പടം പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആ ഡ്രസ്സ് എന്ത് കാണുന്നില്ലല്ലോ. പിള്ളേടെ ഒന്നും മിണ്ടേ. എന്റെ മകനെ, നിന്റെ ഫോണിൽ എന്റെ ഒരു ഫോട്ടോ, നിനക്ക് എന്റെ ഫോട്ടോ നീ കാണീരേ. നീ ചുണയുള്ളവനാണെ കാണിക്ക്. ഇന്നത്തെ പല കുടുംബജീവിത ബന്ധങ്ങളും തകരുന്നത് ഭാര്യയുടെ ഒരു ഫോട്ടോ പോലും എന്റെ കെട്ടിയത് എടുത്തില്ല എന്നുള്ള പേരും പറഞ്ഞിട്ടാ. എന്നിട്ട് ഞാൻ ഇത്തിൽ കണ്ടി പോലെ പിടിച്ചു നിൽക്കുന്നില്ല നിന്റെ കൂടെ. പാട്ടി കാണിടാ. ആ ഫോട്ടോ എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പോ ജസ്റ്റ്, നീ വേറൊരു ഫോട്ടോ കാണിക്കാൻ നോക്ക്. എന്തേ ഇല്ലായിരിക്കും. ഓ, ഞാൻ എന്നാ കണ്ട് പ്രേമിച്ചതാണോ? എത്ര ചെറുക്കന്മാരുടെ പുറകെ സോറി, എത്ര ചെറുക്കന്മാർ എന്റെ പുറകെ നടന്നു. വല്ല നടക്കുവോ? സ്റ്റേ ട്യൂൺ തുടരും. അപ്പൊ ശരി, എന്നാ പോയേച്ചും വരാം.